ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എക്സ്പ്ലെയിൻസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. അപ്പോൾ നേരെ വിട്ടിട്ട് പോകാം. എപ്പിസോഡ് സ്റ്റാർട്ടിങ് കാണിക്കുന്നത് തോയും പെൺകുട്ടികളാണ്. അവരെല്ലാം ഗിൽഡ് കൊടുത്തപ്പോൾ മിഷന് വേണ്ടി പോവുകയാണ്. പെൺകുട്ടികളൊന്നും ആ മിഷൻ ഇഷ്ടമല്ല. അതൊരു സ്ലൈമിനെ കണ്ടുപിടിക്കുന്ന ആളുടെ വീട്ടിൽ പോകുന്ന മിഷനായിരുന്നു. തോ എന്ന് പറഞ്ഞു, ആ സ്ലൈം വില്ലേജേഴ്സിനെ എന്തെങ്കിലും ചെയ്തല്ലോ. യുമീൻ എന്ന് പറഞ്ഞു, തോ എന്നെ മേർത്തിനാണ് ചിന്തിക്കുന്നത്. തോ എന്ന് പറഞ്ഞു, അല്ല. ആ സീനിൽ കാണിക്കുന്നത് തോയും പെൺകുട്ടികളും ആ കൊട്ടാരത്തിൽ വന്നു. തോയ ആ കൊട്ടാരത്തിനെ കഥ പറഞ്ഞ് അകത്തേക്ക് കയറിയപ്പോൾ തോയുടെ തലയിൽ ഒരു പാത്രം വീണു. യുമീൻ ആ പാത്രത്തിൽ സൂക്ഷിച്ച് നോക്കിയപ്പോൾ ആ പാത്രം പെട്ടെന്ന് സ്ലൈമായി മാറി. ലിൻസ് അന്നേരം പറഞ്ഞു സെർച്ച് മാജിക് ഉപയോഗിക്കാൻ. സെർച്ച് മാജിക് ഉപയോഗിച്ച് ഈ സ്ലൈമിനെ കണ്ടുപിടിച്ച ആളുടെ ഡോക്യുമെൻറ്റ്സ് നോക്കാം. അവർക്ക് ചേർന്ന് ആദ്യത്തെ റൂം നോക്കാൻ തുടങ്ങി. അവിടെയുള്ള സാധനങ്ങൾ മൊത്തം പന്നലായിരിക്കുകയാണ് സ്ലൈം കാരണം. ലിൻസ് അന്നേരം പറഞ്ഞു, എനിക്ക് കിട്ടി. ഇത് എഴുതിയിരിക്കുന്ന അയാൾ ഏതൊക്കെ സ്ലൈമിനെ കണ്ടുപിടിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതെന്നു പറഞ്ഞു, ഈ ബുക്ക് നമ്മുടെ തന്നെ വെക്കാമെന്ന്. പിന്നെ അവരെല്ലാം ചേർന്ന് ആ റൂമിൻ്റെ വെളിയിലോട്ട് ഇറങ്ങി. ഫ്രണ്ടിലായിട്ട് കുറേ സ്ലൈം വരുന്ന കണ്ടു. അന്ന് തന്നെ യുമീനെ മാജിക് ഉപയോഗിക്കാൻ തുടങ്ങി. തോന്നാൻ പറഞ്ഞു, മാജിക് ഉപയോഗിക്കില്ലേ എന്ന്. യുമീനെ ചോദിച്ചു, എന്താണ്? മാജിക് ഉപയോഗിച്ച് ഈ കൊട്ടാരം മൊത്തം കത്തിപ്പോകുമെന്ന് പറഞ്ഞു. തോ പിന്നെ കോഹാക്കു എന്ന് വിളിച്ചു. കോഹാക്കു പിന്നെ കോഹാക്കിൻ്റെ പഴയ രൂപത്തിൽ വന്നു. കോഹാക്കിന് ശക്തി ഉപയോഗിച്ചു. അത് കുറച്ച് ബാക്കിലോട്ട് പോയിട്ട് വീണ്ടും വരാൻ തുടങ്ങി. ഇലീസ് അന്നേരം പറഞ്ഞു, നിന്റെ പൂച്ചയും കൊണ്ട് ഒരു ഉപകാരമില്ല. തോന്നാൻ പറഞ്ഞു, നമുക്ക് ഇവിടുന്ന് പോകാം. എല്ലാവരും പിന്നെ രണ്ടാമത്തെ നിലയിലോട്ട് പോയി. ഇലീസ് അന്നേരം പറഞ്ഞു, അതിൻ്റെ സ്ഥലം അത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എലീസ് പിന്നെ ഫ്രണ്ടിലോട്ട് പോകാൻ നോക്കിയപ്പോൾ എലീസ് അവിടെ തെന്നി വീണു. തറലായിട്ട് എന്തോ ലിക്വിഡ് പോലെ എന്തോ കൊണ്ടു. എലീസ് എന്നും പറഞ്ഞു, ഇതെന്താണ്? പിന്നെ അവർ മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു വൈറ്റ് സ്ലൈമിനെ കണ്ടു. ലെൻസ് ബുക്കി നോക്കി പറഞ്ഞു, ഇതൊരു ലോഷൻ സ്ലൈമാണെന്ന് പറഞ്ഞു. ഈ സ്ലൈമിന് എന്തെങ്കിലും അപകടമുണ്ടെന്ന് അറിയാം. എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു ലിക്വിഡ് പുറത്തേക്ക് ഒഴുക്കും. എലീസ് വീണ്ടും എണീക്കാൻ നോക്കി, പക്ഷേ വീണ്ടും വീണു. ലെൻസ് പിന്നെ വീഴാതിരിക്കുമ്പോൾ അവരുടെ കാലിലും പിടിച്ചു. അവരും കൂടെ വീഴാൻ തുടങ്ങി. പിന്നെ എല്ലാവരും വീഴാൻ തുടങ്ങി. കോക്ക് പിന്നെ തോയെ അവിടെ പിടിച്ചു നിർത്തി. അവരെല്ലാവരും ആ പച്ച സ്ലൈമിൻ്റെ വണ്ട വീണു. ആ സ്ലൈം അവരുടെ ഉടുപ്പ് മെൽറ്റ് ചെയ്യാൻ തുടങ്ങി. തോന്നാൻ തോയുടെ ഗേറ്റ് മാജിക് ഉപയോഗിച്ച് അവരെ അവിടെ നിന്ന് പുറത്തിറക്കി. അവർ ഉടുപ്പ് സ്ലൈം കാരണം പകുതി മുക്കാലും മെൽറ്റ് ആയി പോയിരിക്കുകയാണ്. തോയ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. എലീസ് തന്നെ വന്ന് തോയുടെ വയറ്റിൽ ഒരു ഇടി കൊടുത്തു. പിന്നെ അവർ ഫ്രണ്ടിലോട്ട് പോകാൻ തുടങ്ങി. അവിടുന്ന് കിട്ടി ഉടുപ്പൊക്കെ അവരെടുത്തിട്ടു. യുമീനിയും ബാക്കിയുള്ള പെൺകുട്ടികളും ഈ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ കൊട്ടാരം കത്തിക്കണമെന്ന് പറഞ്ഞു. തോയ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ കുറേ പ്രതിമകളെ കണ്ടു. തോ എന്ന് പറഞ്ഞ് നിൽക്കാൻ പറഞ്ഞു. അവർ ചോദിച്ചു, എന്താണ്? തോ എന്ന് പറഞ്ഞ് ഇത് നെഞ്ചനങ്ങുന്നുണ്ടെന്ന്. തോ എങ്ങോട്ട് ചെന്നാൽ അതിൻ്റെ നെഞ്ചിൽ അമർത്തി. ഈ സോഫ്റ്റാന്ന് പറഞ്ഞു. ആ സോഫ്റ്റ് ആയത് ഇളകി വീണു. ആ സ്ലൈം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് യുമീനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. യുമീനയുടെ പവർ ഉപയോഗിച്ച് തന്നെ കൊന്നു കളഞ്ഞു. പിന്നെ അവരെല്ലാം അവസാനം ആ സ്ലൈമിനെ കണ്ടുപിടിച്ച ആളുടെ റൂമിൽ വന്നു. അവിടെ അവർക്കൊരു അസ്ഥികൂടം മാത്രമേ കിട്ടിയുള്ളൂ. അയാളാണ് ഇവിടെയുള്ള സ്ലൈമിനെ മൊത്തം കണ്ടുപിടിച്ചത്. തോയ്ക്ക് അവിടെ നിന്നൊരു ബുക്ക് കിട്ടി. ആ ബുക്ക് എഴുതിയിരിക്കുന്നത്, അല്ല ആണെങ്കിലും സ്വപ്നമായിരുന്നത് ഞാൻ കണ്ടുപിടിച്ചു. യുമീൻ എന്നു പറഞ്ഞു, തോയ നീ അങ്ങോട്ട് നോക്കാൻ. തോയ അങ്ങോട്ട് നോക്കിയപ്പോൾ സ്ലൈം ഒരു രൂപത്തിലോട്ട് മാറുന്ന കണ്ടു. അത് ഈ പെൺകുട്ടികളുടെ രൂപത്തിലാണായത്. അവരെല്ലാവരും പറഞ്ഞ് അതിലോട്ട് നോക്കല്ലേ എന്ന്. എലീസ് എന്നിട്ടും തോയുടെ തലയിൽ ഇടിച്ചു. അടുത്ത് ഇനി കാണിക്കുന്ന അവരെല്ലാവരും ആ കൊട്ടാരത്തിൻ്റെ വെളിയിലാണ്. ആ പെൺകുട്ടികളൊക്കെ ചേർന്ന് ആ കൊട്ടാരം കത്തിച്ചു. തോന്നും പറഞ്ഞു, അയാളെ കണ്ടുപിടിച്ചത് ഉടുപ്പില്ലാത്ത പെണ്ണുങ്ങളുടെ കൂടെ താമസിക്കുന്നതായിരുന്നു അയാൾ കണ്ടുപിടിച്ചത്. എന്തൊരു വിചിത്രമായ ആളാണ്. കുവാക്കുമെന്ന് പറഞ്ഞു. തോയെടുത്ത് പറഞ്ഞു, മാസ്റ്റർ എനിക്ക് സിറ്റി കറങ്ങണമെന്ന്. തോയ പറഞ്ഞു, ശരി. അടുത്ത ഇനി കാണിക്കുന്നത് തോയ കുവാക്കുവിനെ സിറ്റി കാണിക്കുകയാണ്. കുവാക്കു ഒന്നും പറഞ്ഞു, അവിടെ യായ് നിൽക്കുന്നു. തോ അങ്ങോട്ട് നോക്കിയപ്പോൾ യായും ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. തോ അവിടെ ചെന്ന് യായോട് ചോദിച്ചു, എന്ത് പറ്റി? യാ എന്നും പറഞ്ഞു, ഈ പെൺകുട്ടി കുറേ നേരം കൂടെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, പക്ഷേ ഈ പെൺകുട്ടി ഒന്നും മിണ്ടുന്നില്ല. പെൺകുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തോ പിന്നെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് കുവാക്കുവിനെ നിർത്തി. കുവാക്കു പെൺകുട്ടിയുടെ അടുത്ത് പേരെന്താണെന്ന് ചോദിച്ചു. ആ പെൺകുട്ടി പറഞ്ഞു, ലീൻ. ഈ പെൺകുട്ടി അവരുടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഇഷ്ടപ്പെട്ടു. തോ പിന്നെ തോയുടെ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അത് മാപ്പ് ഓണാക്കി സെർച്ച് മാജിക്കും കൂടി ഉപയോഗിച്ച് സെർച്ച് ചെയ്തു. എന്നിട്ട് ആ പെൺകുട്ടിയുടെ അമ്മയെ കിട്ടി. തോയ പിന്നെ ആ പെൺകുട്ടിയുടെ അമ്മയെ കണ്ടുപിടിച്ച് ആ പെൺകുട്ടി അവരുടെ കൈ കൊണ്ടു കൊടുത്തു. ഞാൻ ചോദിച്ചു, തോയ നീ എങ്ങനെ ആ പെൺകുട്ടിയുടെ അമ്മയെ കണ്ടുപിടിച്ചെന്ന്. തോയ ഞാൻ പറഞ്ഞു, എൻ്റെ മൊബൈലിനകത്ത് വേൾഡ് മാപ്പ് ഉണ്ട്. അതിൻ്റെ ഒരു മാജിക് ഉപയോഗിച്ച് ഞാൻ സെർച്ച് ചെയ്ത ആൾക്കാരെ കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, ഇത് ഉപയോഗിച്ച് എൻ്റെ ചേട്ടനെ കണ്ടുപിടിക്കാമോ? തോയ പറഞ്ഞു, പറ്റും. പിന്നെ കാണിക്കുന്ന അവരെല്ലാവരും ഒരു കടയിരിക്കുകയാണ്. തോയ പിന്നെ യായോട് ചോദിച്ചു, നിങ്ങളുടെ ചേട്ടൻ കാണാൻ എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ്റെ കവിളിലൊരു മാർക്കുണ്ട്. നിൻ്റെ ചേട്ടൻ ഇപ്പോൾ ഡോജോയിലാണുള്ളതെന്ന് തോന്നുന്നു. അനങ്ങുന്നുണ്ട്, ആരോടെ ഫൈറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ ചേട്ടൻ നല്ലപോലെ ഫൈറ്റ് ചെയ്യും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ്റെ ചേട്ടനെ. നിന്നെ കാണുമ്പോൾ എൻ്റെ ചേട്ടനെ എനിക്ക് ഓർമ്മ വരും. എൻ്റെ ചേട്ടനെ പോലെ സ്വഭാവമാണ് നിനക്ക്. തോന്നണം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇഷ്ടമല്ല, നിൻ്റെ ചേട്ടനെ പോലെയല്ല എന്നെ കാണുന്നത്. യായ് പറഞ്ഞു, അതെ. യായ് പിന്നെ നാണിച്ചു പറഞ്ഞു, നിന്നെ കാണുമ്പോൾ ചേട്ടനെ പോലെ തോന്നുന്നു ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ നിന്നെ ചേട്ടനെ പോലെ കാണുന്നതല്ല. അത് ഒരുപാട് വ്യത്യാസമാകും. അടുത്ത സീനിൽ കാണിക്കുന്നത് തോയ ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. തോയ പിന്നെ മൊബൈൽ എടുത്ത് അതിൻ്റെ ക്യാമറ ഓണാക്കി ലോങ് സെൻസ് മാജിക് ഉപയോഗിച്ചു. ആ മാജിക് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന്
ഒരു ഭിത്തിയുടെ അപ്പുറത്തുള്ള കാര്യങ്ങളൊക്കെ ആ മൊബൈൽ വഴി തോയ്ക്ക് ഇപ്പോൾ കാണാൻ പറ്റും. തൊട്ടപ്പുറത്തെ റൂമുകളിലെ ലിൻസ് ഉടുപ്പ് മാറുന്ന തോയ നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ തോയ മൊബൈൽ ഓഫ് ചെയ്തു. പിന്നെ ലിൻസ് റൂമിലോട്ട് കയറി വന്നു. തോയ പിന്നെ നാണിച്ചു നിന്നു. ലിൻസ് തോയ അടുത്ത് വന്നൊരു സഹായം ചോദിച്ചു. എന്നെ ഏഷ്യൻ മാജിക് ഉപയോഗിക്കാൻ പഠിപ്പിക്കാമോ? തോയ പിന്നെ തോയുടെ മാജിക് ഉപയോഗിച്ച് ഒരു ഗ്ലാസ് ഉണ്ടാക്കി അത് മാജിക് ഉപയോഗിച്ച് ലിൻസിന് കൊടുത്തു. ആദ്യം എഴുതിയിരിക്കുന്ന മൊത്തം ലിൻസിന് ഇപ്പോൾ വായിക്കാൻ പറ്റും. ലിൻസ് പിന്നെ ആ മാജിക് ഉപയോഗിക്കാൻ വേണ്ടി വെളിയിലോട്ട് ഇറങ്ങി. തോയയും അവർ സഹായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ലിൻസ് അതിൽ നിന്നൊരു മാജിക് പറയാണ്, പെലിസ്റ്റിക് ബബിൾ ബോൾ. ഒരുപാട് നേരം പ്രാക്ടീസ് ചെയ്ത് ലിൻസിന് മാജിക് മൊത്തം തീർന്ന് ലിൻസ് അവിടെ തലയിറങ്ങി വീണു. കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും മാജിക് ട്രൈ ചെയ്യാൻ തുടങ്ങി. ലിൻസ് ആ മാജിക് ഉപയോഗിച്ച് ഒരുപാട് തളർന്നു. തോന്നണം വന്ന് ലിൻസിൻ്റെ കൈ പിടിച്ചു. ലിൻസ് എന്നും ചോദിച്ചു, നീ എന്താ ചെയ്യുന്നത്? പിന്നെ ലിൻസിന് മൊത്തം പവർ വീണ് തിരിച്ചു കിട്ടി. ലിൻസ് എന്നും ചോദിച്ചു, ഇതെങ്ങനെ? തോന്നണം പറഞ്ഞു, എൻ്റെ കയ്യിലുള്ള പവർ കുറച്ച് എനിക്ക് തന്നതാ. ഇതൊരു നല്ല മാജിക്കാണ്, എന്നെ സൈലറ്റാണ് പഠിപ്പിച്ചത്. ലിൻസ് വീണ്ടും ആ മാജിക് ഉപയോഗിക്കാൻ തുടങ്ങി. പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. തോന്നണം പറഞ്ഞു, ഒരു പൊട്ടുന്ന ബലൂൺ മനസ്സിൽ വിചാരിക്കും, എന്നിട്ട് ആ മാജിക് ഉപയോഗിക്കാൻ പറഞ്ഞു. തോയ് പറഞ്ഞ പോലെ ലിൻസ് അത് ആ മാജിക് ഉപയോഗിച്ചു. ഇപ്പോൾ ആ മാജിക് വർക്ക് ചെയ്തു. ലിൻസിന് ഒരുപാട് സന്തോഷമായി. ലിൻസ് തോയെടുത്ത് വന്ന് പറഞ്ഞു, താങ്ക്സ് എന്ന്. അടുത്ത സീനിൽ കാണിക്കുന്നത് എലീസിൻ്റെ ഗോഡ് ലക്ക് പൊട്ടിയിരിക്കുകയാണ്. തോയ് പിന്നെ എലീസിന് വേണ്ടി പുതിയ ഗോഡ് ലക്ക് സിറ്റിയിൽ നിന്ന് മേടിച്ചു. അവരും കൊണ്ട് വരുന്ന സമയത്ത് ഒരു കടയിലായിട്ട് ഡ്രസ്സ് വെളിയിലോട്ട് ഇട്ടേക്കുന്നത് കണ്ടു. എലീസ് ഉടുപ്പിലോട്ട് നോക്കി ഒരുപാട് സന്തോഷിക്കുന്നത് കണ്ടു. തോയ് എലീസിൻ്റെ അടുത്ത് പറഞ്ഞു, ആ ഉടുപ്പൊന്ന് ഇട്ട് നോക്കേ. എലീസ് ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ഉടുപ്പ് ചേരത്തില്ലാന്ന് തോന്നുന്നു. തോയ് നിർബന്ധിച്ച് എലീസിനെ കൊണ്ട് ആ ഉടുപ്പ് ഇടിപ്പിച്ചു. തോയ് പറഞ്ഞു, ഈ ഉടുപ്പ് കാണുന്നതിന് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. എലീസിന് പിന്നെ ഈ ഉടുപ്പ് മേടിച്ചു കൊടുത്തു. പിന്നെ കാണിക്കുന്ന ഹോട്ടലാണ്. അവരെല്ലാവരും ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. എലീസ് ഞാൻ പറഞ്ഞു, എന്നെ ഈ ഉടുപ്പ് കാണാൻ കൊള്ളത്തില്ലല്ലേ? ബാക്കിയുള്ളവർ പറഞ്ഞു, നിന്നെ കാണാൻ ഇത് നന്നായിട്ടുണ്ട്. എലീസ് പറഞ്ഞു, ഇതെനിക്ക് തോയ ഗിഫ്റ്റ് തന്നതാണ്. ബാക്കിയുള്ളവർ പറഞ്ഞു, തോയ ഇനി ഞങ്ങൾക്ക് ഗിഫ്റ്റ് മേടിച്ച് തരണേ. മിക്ക വന്ന് പറഞ്ഞു, യുമീന നിനക്ക് ലെറ്റർ ഉണ്ടെന്ന്. റോയൽ പാലസിൽ നിന്നുള്ള ലെറ്ററാണിത്. യുമീന ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛൻ നിനക്ക് വേണ്ടി എന്തോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നുണ്ട്. തോന്നൻ ഞാൻ പറഞ്ഞു, ഇതെനിക്ക് വേണ്ടെന്ന് പറഞ്ഞല്ലോ. യുമീന ഞാൻ പറഞ്ഞു, എന്താ കാരണമെന്ന് അവിടെ ചെന്ന് പറയണം. തോന്നൻ പറഞ്ഞു, അവിടെ പോയേ പറ്റൂ. യുമീനയ്ക്ക് ഭയങ്കര സന്തോഷമായി വീട്ടിൽ പോകുന്ന അറിഞ്ഞപ്പോൾ. ഇത്രയും കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ തിരികെയാണ്. ഈ എക്സ്പ്ലെയിൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അടുത്ത എപ്പിസോഡായിട്ട് ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം. അപ്പോൾ ബൈ.